പ്രതിഭ വിൽക്കാറുണ്ടോ? പ്രതിഭ പ്രതിഭ പഴയതും പുതിയതുമായ പ്രതിഭ വിൽക്കാറുണ്ടോ? പ്രതിഭ പ്രതിഭ കയ്യും കാലുമില്ലാത്ത പ്രതിഭ ആൾക്കാരിറങ്ങി തുടങ്ങി. അമ്മോ എന്താ ചൂടാ. പ്രതിഭ വെക്കാനുണ്ടോ സാറേ? നല്ല വില തരാം. ഏതു തരം പ്രതിഭ എടുക്കും? ഇതിന് മേലോട്ടുള്ളതാണേലും മതി. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു. അതോടെ തന്നെ കച്ചവടം തുടങ്ങിയേനെ. അതുകൊണ്ട് എന്റെ അമ്മായിച്ചും പോയി. എത്ര പട്ടി കത്ത് കാണുമാവോ. അപ്പോ ഇതിലെ പടിഞ്ഞാറോട്ട് പോയാ സാറിന്റെ അമ്മായിച്ചന്റെ വീട്ടിലെത്തുവോ? ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ അമ്മായിച്ചന്റെ വീട്ടിലെത്തത്തില്ല, അറബിക്കടലിലെത്തും. എടോ, വടക്കോട്ട് പോയി തൃക്കുന്നപുരത്തെത്തണം. അവിടെ ചെന്ന് മേനോ സാർ വീടാന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു. വന്നേ പട്ടിമേനോന്റെ വീടെന്ന് ചോദിച്ചാ മതി. ഓ പട്ടിമേനോ പട്ടിമേനോ. അതിരിക്കട്ടെ, തനിക്കെന്താ ഈ പ്രതിമ? അതെന്റെ ഹോബിയാ സാറേ. വീട് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ചു വിൽക്കും. തന്റെ ശബ്ദം എവിടെയോ കേട്ട മാതിരി ഉണ്ടല്ലോ. അതെ സാറേ, ഞാൻ മിമിക്രിക്കാരനായിരുന്നു. ഈ പലരുടെയും ശബ്ദം അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. ഓഹോ, അപ്പൊ താൻ ആ നക്കി പാരപ്പിളയുടെ വീട്ടിലും പോയി കാണും. അത് അവന്റെ ശബ്ദത്തിന്റെ ചൊവ്വ. അപ്പൊ വരട്ടെ. ചെല്ല്. അതെ വരണ മകനെ, എന്റെ അപ്പനാ പാരപ്പിള്ള. ആ പ്രതിമയൊന്ന് കളയാൻ വേണ്ടി ഈ ഇളവൻ വട്ടം കിടക്കി നടക്കുകയായിരുന്നു. അത് കയ്യിൽ നിന്നെടുത്ത് കളഞ്ഞപ്പോ ആവശ്യക്കാരൻ ചാക്കുമായിട്ട് വരുന്നു. ഭഗവാനെ ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഇവിടെ പ്രതിമയില്ല. വേണേ 2 പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് കറാമാണ്. അതുമല്ല കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും പേടിക്കും. നമുക്ക് പ്രതിമ മതി. നിങ്ങൾ ഈ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനക്കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവല്ല എടുത്തിരിക്കുകയാണോ ഒരു പിടിയില്ല. ഈ ഓമനക്കുട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. അതല്ല പട്ടി മേനോനെ, അയാളെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ രണ്ടാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാല് കൊടുക്കാൻ സമയമായി. വരട്ടെ. എന്റെ ഗുരുവായൂർ. അല്ലോ, ആ ഓമനക്കുട്ടനെ എവിടെ പോയി തപ്പുവോ എന്തോ. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ് 555 ഇവിടില്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 വാങ്ങി വെച്ചൂടോ. ശ്രമിക്കാം. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല, ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. 100 രൂപ ഇങ്ങട്ടാ. ഈ 10 രൂപ പിടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ. ചതിച്ചോണ്ടീശ്വര. മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ടലയ്ക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്. ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ? മോഷണോ പിടിച്ചോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ പണി മതിയാക്കി താനെന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പ് മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ.
ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴുങ്ങിയാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്ന ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? 5 years? സർക്കാർ കാര്യമല്ലേ, പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല, സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്കൊഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇടിച്ചിട്ട് നട്ടല്ലേ നോക്കാം, ഇറങ്ങി പോടാം. അപ്പോ ഇരിക്കട്ടെ, ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ആവശ്യമുള്ളവേ. ഇവന്റെ സാധന സാമഗ്രിയില്ലേ? ഒരു മുട്ടത്തലും പ്രതിമ എല്ലായിടത്തും പോകാൻ പറ. അത് ഇവിടെ ഇരിക്കട്ടെ. പിടി. അതെ, അതുകൂടെ എടുത്തോണ്ട് പോ. അല്ല. ചൊല്ലി. ആ. ഇനി ആശ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയം. ആ പ്രതിമ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. ആശാൻ ഒന്ന് നോക്കണം. ആ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. വടക്ക് കിഴക്ക് ദിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വടക്ക് കിഴക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞത് ആശാനെ? അത് തിരിച്ചു കയ്യിൽ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഞാൻ സഹിച്ചോളാം. എനിക്കത് എങ്ങനെയും കിട്ടണം. എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുക. ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിക്കുക. എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും. ദേവി അനുഗ്രഹിക്കട്ടെ. ഗോപാല, ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഇതിന് കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല. ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക. ഒക്കെയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അറിയാൻ പാടില്ലാത്തത് ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാലോ. ചോദിക്കാം. മുതലാളിക്ക് എന്താ ഇടപാട്? മന്ത്രവാദോ അതോ കള്ളക്കടത്തോ? എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം. മുതലാളിയുടെ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ അടുത്ത് എന്തിനാ ഈ സസ്പെൻസ്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നു പറഞ്ഞ് തെണ്ടി നടന്ന ഊളച്ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവർ ആക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞു തരാനല്ല. എടാ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷൻ ആയിരിക്കും. കാശുള്ളവൻ എന്തു ആവാലോ. കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ. നീ കാശിക്കോ ഏത് പോ. കൊക്കയോ പുഴയോ എന്താന്ന് അറിയില്ല, പക്ഷെ വെള്ളമുണ്ട്. ആ മൊട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മുതലാളി. വണ്ടി വിട്ടോടാ. അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പാ, ഭഗവാനെ, എവിടെ പോയി കിടന്നിരുന്ന കല്ലിലുള്ളി. ഓ, എല്ലാം വിശാലത്തിന്റെ ഭാഗ്യം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ കാള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതിമ എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി. ആ, പണം റെഡിയല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്താ അവര് പറഞ്ഞേ? മുനിസിപ്പൽ ഗോഡൌണിൽ രാത്രി 12 മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന്. ശരിക്കും എണ്ണി നോക്കി വാങ്ങണം. ചിലപ്പോ കള്ളനോട്ട് കണ്ട് പറ്റിക്കും. അണ്ടേ, 10 ലക്ഷം രൂപ അവിടെ ഇരുന്ന് എണ്ണി നിരക്കി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി എത്താം. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരു പെട്ടി കൂടെ കൊണ്ടുവയ്ക്കോ. പെട്ടി അവരെന്നെ അടിച്ചുടച്ച് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയക്കുമെന്നാ എന്റെ പേടി. പെട്ടിയായിട്ട് എല്ലാം. ഹലോ, പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റ് ആണല്ലോ? പറഞ്ഞ തുക മുഴുവനുണ്ട്. അയ്യോ, ദാദാ. എന്തിനാണ് ആ കാലപാഠം പാരെ എന്നെ തല്ലണത്? സത്യം പറ, ഇതിനകത്തുണ്ടായിരുന്ന വൈരങ്ങളവിടെ? വൈരങ്ങളോ? എനിക്കറിയില്ല. അയ്യോ, അയ്യോ, ശരിയാണല്ലോ. അനർത്ഥങ്ങൾ തുടങ്ങി.
ഭാര്യയും മക്കളും ജീവനോട് കൂടി ഇരിക്കണമെങ്കിൽ നീ എന്റെ കൂടെ വരണം. ഞാൻ വരാം. നടക്ക്. ഏറെ വണ്ടികൾ. പോലീസ് വിവരമറിയിച്ചാൽ നാളെ രാവിലെ കണി കാണുന്നതിന്റെ അച്ഛന്റെ ശവമായിരിക്കും. മക്കളെ, തമ്പിയാരെ, സിംഗപ്പൂരിൽ വെച്ച് എന്റെ ആൾക്കാർ താങ്കളെ ഒരു വസ്തു ഏൽപ്പിച്ചു. അതെനിക്ക് കിട്ടി. പക്ഷെ അതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ അതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. നടക്കണം. അയ്യോ നമ്പ്യാരെ, എല്ലാം പോയി നമ്പ്യാരെ. നമ്പ്യാരെ, ഒരു ഈയാമ്പാറ്റയെ കൊല്ലുന്ന ലാഘവത്തോടെ എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം എനിക്ക് എന്റെ സമ്പാദ്യങ്ങൾ തിരികെ വേണം. സത്യമായിട്ടും എനിക്കറിയില്ല. അത് വെറുതെ നിങ്ങളറിയാതെ അത് എങ്ങും പോകില്ല. സത്യം പറ. ഇല്ലെങ്കിൽ നിന്റെ ഓരോ നഖങ്ങളായി ഞാൻ ഊരിയെടുക്കും. പിന്നെ നാക്കും. പിന്നീട് ഒരിക്കലും നിനക്ക് ഒരു സത്യവും പറയാൻ കഴിയില്ല. എന്റെ നമ്പ്യാരെ, തല്ലുകൊള്ളാൻ എന്റെ ദേഹത്തിന് ഇടമില്ല. ആ വൈരം എവിടെയാണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്ത് കൊടുത്തേര്. ഈ നാക്കും നഖമൊന്നുമില്ലാതെ. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പ്രതിമ എന്റെ കയ്യിൽ നിന്ന് എന്റെ അമ്മായിച്ചനെ എടുത്തോണ്ട് പോയത്. മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവെ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കരിക്കട്ടെ, പിടിക്കല്ലേ? ആ, അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാണ്. ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടായി ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. ഉള്ളു വളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പോടെ ഇരിക്കട്ടെ. എനിക്കിപ്പം മനസ്സിലായി. മുതലാളിക്കപ്പം മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം ഇവിടെ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയം ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചേർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാൻ? ഇയാളെന്തിനാ വഴി ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കുറോ, അവരൊന്നും അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. ഏക്കണ്ട. അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ്. ഇവിടെ പഴക്കൊണ്ടൊക്കെ ആൾക്കാർ കൊണ്ട് ടൈം അടവാങ്ങിയൊരു അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും പ്ലീസ്. ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രാന്തോ? ഒന്ന് പോകാം. പ്രാന്തല്ലടോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. താൻ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ കൊണ്ടുവരാം. പോലീസ് പറഞ്ഞോ പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ല തരില്ല.
ഇയാൾക്ക് വട്ടേന്ന് ഭ്രാന്ത് കാമഭ്രാന്ത് ഭ്രാന്ത് എടുത്തോണ്ടും കാര്യമില്ല. അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ചേട്ടാ നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നല്ല കാര്യമായി. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവരച്ഛനെയും പിള്ള സാറിനെ ഉപദ്രവിക്കില്ലേ? ഈ കുട്ടിയുടെ വിഷമം കാണുമ്പോഴാ. നീ കുറച്ചുകൂടി ധൈര്യം കാണിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും. ഏതായാലും അച്ഛനെയും പിള്ളച്ചേട്ടനെയും പിടിച്ച സ്ഥിതിക്ക് അവർ നമ്മുടെ അപ്പൂപ്പനെ നോട്ടിടും. അത് നേരാ. പ്രതിമ ട്രേസ് ചെയ്ത് അവരവിടെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ താളം കണ്ടുപിടിക്കാൻ എളുപ്പമായി. അമ്മേ, ഞങ്ങൾ അപ്പൂപ്പന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇനിയിപ്പോ നിങ്ങളും കൂടെ അവരുടെ വായിച്ചും ചാടാനായിരിക്കും. ഓ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. പ്രിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. വാ. നിക്കവിടെ. ചേട്ടത്തിന്റെ സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ. എന്താ? അല്ലെങ്കിൽ മാല ഞാൻ പൊട്ടിച്ചെടുക്കും. അയ്യോ, കള്ളൻ, ആ, കള്ളൻ, എന്നെ വിളിക്ക്. കള്ളൻ. ഉറക്കെ തന്നെ വിളിക്ക്. അയ്യോ, കള്ളൻ. ആൾക്കാര് കൂടട്ടെ. ആ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ. ഇവന്മാർക്ക് നിയമം കയ്യിലെടുത്ത എന്ത് ചെയ്യും? ചേട്ടത്തി പോയ